പേരാട് എന്ന് പറയുന്ന സ്ഥലത്ത് കോഴിക്കോട് അവിടെ നിന്നൊരു +1 വിദ്യാർത്ഥിയെ മർദ്ദിച്ച വാർത്ത നമ്മൾ കൊടുത്തിരുന്നു. 24-ന്റെ ഒരു വാർത്തയായിരുന്നു. അതിലിപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് ആ സംഭവം അത് റിപ്പോർട്ട് ചെയ്യുന്നതിൽ സ്കൂൾ അധികൃതർക്കും പഞ്ചായത്ത് തല വെൽഫെയർ കമ്മിറ്റിക്കും ഒക്കെ വീഴ്ച പറ്റി എന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു ഇമ്പാക്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നത് CWC വിശദീകരണം തേടിയിരിക്കുകയാണ് സ്കൂളിനോടും പഞ്ചായത്തിനോടും. അപ്പൊ ആ റിപ്പോർട്ടിലേക്ക് നമുക്ക് വളരെ വേഗം ഒന്ന് പോകാം. 3 മാസത്തിലൊരിക്കൽ പഞ്ചായത്ത് തല ചൈൽഡ് വെൽഫെയർ പ്രൊട്ടക്ഷൻ കമ്മിറ്റി യോഗം ചേരണമെന്നാണ് നിർദ്ദേശം. എന്നാൽ വിദ്യാർത്ഥി മർദ്ദനത്തിനിരയായ സ്കൂൾ ഉൾപ്പെടുന്ന തൂണേരി പഞ്ചായത്ത് അവസാനമായി യോഗം ചേർന്നത് കഴിഞ്ഞ വർഷം ജൂണിലും ഡിസംബറിലും. ഇത് തട്ടിക്കൂട്ടായിരുന്നുവെന്നാണ് CWC കണ്ടെത്തൽ. +1 വിദ്യാർത്ഥി നിരന്തരം മർദ്ദനത്തിനിരയായിട്ടും MIM സ്കൂൾ പ്രിൻസിപ്പലോ ഹെഡ് മാസ്റ്ററോ CWCയെ അറിയിക്കാതെ വിവരം മറച്ചുവെച്ചു. ശ്രദ്ധയും പരിഗണനയും ആവശ്യമുള്ള കുട്ടികളുടെ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനടി അത് CWCയിലോ അല്ലെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ 1098 ചൈൽഡ് ലൈൻ നമ്പറിലോ അല്ലെങ്കിൽ ജുവനൈൽ പോലീസിനോ അറിയിക്കേണ്ടതാണ് നിയമമനുസരിച്ച്. അത് ചെയ്തില്ലെങ്കിൽ 6 മാസം തടവും അല്ലെങ്കിൽ 10,000 രൂപ പിഴയുള്ള ഒരു കുറ്റകരമായ കാര്യമാണ് അങ്ങനെ ചെയ്യാത്തവർക്ക്. ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷന്റെ SHOനോട് ഇതിന്റെ വിശദമായ ഒരു റിപ്പോർട്ട് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോട് ഞങ്ങൾ ഇതിന്റെ വിശദമായ ഒരു അന്വേഷണ റിപ്പോർട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്കൂളുകളുടെ സൽപ്പേരിന് കളങ്കമുണ്ടാകുമെന്ന ഭയത്താൽ PTA കമ്മിറ്റികൾ ഇടപെട്ട് വിദ്യാർത്ഥി സംഘർഷങ്ങൾ അറിയിക്കാതെ മറച്ചുവെക്കുന്നതായും CWC പറയുന്നു. അതേസമയം റാഗിങ്ങിൽ കോഴിക്കോട് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോടും നാദാപുരം പോലീസിനോടും CWC റിപ്പോർട്ട് തേടി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളായ വിദ്യാർത്ഥികളെ ആവശ്യമെങ്കിൽ ജുവനൽ ജസ്റ്റിസ് ഹോമിലേക്കും മാറ്റും. ഇന്നലെ മർദ്ദനത്തിനിരയായ +1 വിദ്യാർത്ഥി സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരത 24-ലൂടെ തുറന്നു പറഞ്ഞിരുന്നു. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്.